അടിച്ചാൽ നമ്മൾ ഈ കളിയിൽ വിജയിക്കും. ഇത് നമ്മുടെ അവസാന അവസരമാണ്. അയ്യോ, നീ ആ പുതുതായി വന്ന അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ ജനലിന്റെ ചില്ല് പൊട്ടിച്ചല്ലോ. ആരാ നമ്മുടെ പുതിയ അയൽവാസി? അതാണ് നമ്മുടെ പുതിയ അയൽവാസി. അയ്യോ, ഓടിക്കോ! അയ്യോ, അവര് നമ്മളെ പിടിച്ചാലോ? നമുക്കിനി അവിടെ കളിക്കണ്ട. ഇനിയും അവിടെ കളിച്ചാൽ അവർക്ക് മനസ്സിലാവൂ ഞാനാണ് അവരുടെ ജനലിന്റെ ചില്ല് പൊട്ടിച്ചേന്ന്. ഞാനെല്ലാം കേട്ടു കേട്ടോ. ഞാനിപ്പോ എന്താ ചെയ്യാമ്മ? നീ വഴുതനക്കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അവരുടെ ജനലിന്റെ ചില്ല് പൊട്ടിച്ചില്ലേ? നീ എന്താ ചെയ്തേ? അതിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണം. പൊട്ടിച്ച ചില്ലിന്റെ കാശ് നീ കൊടുക്കുകയാണെങ്കിൽ അവര് നിന്നോട് ക്ഷമിക്കും. നിന്റെ പോക്കറ്റ് മണിന്ന് നീ പൈസ എടുത്ത് കൊടുക്ക്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് വീണ്ടും അവിടെ കളിക്കാൻ പറ്റുമോ? പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ തന്നെ കളിക്കാം. ഹലോ കുട്ടികളെ, എന്താ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ? അത് പിന്നെ ഞങ്ങളിന്ന് രാവിലെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. എനിക്ക് ഫുട്ബോൾ കളിക്കണം. നീയും പോയോ കളിക്കാൻ? അമ്മേ, ഞാനും പോട്ടെ കളിക്കാൻ. നീയും പോയിക്കോ കളിക്കാൻ. പക്ഷേ ഇന്ന് രാവിലെ ആരോ ഫുട്ബോൾ കളിച്ചിട്ട് എന്റെ ജനലിന്റെ ചില്ല് പൊട്ടിച്ചു. നിങ്ങൾക്കറിയോ അതാരാന്ന്? ഞാനാ നിങ്ങളുടെ ജനലിന്റെ ചില്ല് പൊട്ടിച്ചത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ക്ഷമ ചോദിക്കാനാ ഞാനിവിടെ വന്നത്. ഞാനിനി അത് ആവർത്തിക്കില്ല ആന്റി. എന്റെ അമ്മ സത്യം. ഇതാ പൊട്ടിപ്പോയ ജനലിന്റെ പൈസ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. നീ വളരെ നല്ല കുട്ടിയാണ്. നീ ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തു. അമ്മയാണ് എന്നോട് പറഞ്ഞത് എങ്ങനെ ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം.